Origins Cock, Prince and Family, Director ബിൻഡോ സ്റ്റീഫൻ. യാർ സർ നിങ്ങൾ എന്നെ സർ പണ്ണ് വെച്ചിருக்கு. ഈ സിനിമ എഴുതിയിരിക്കുന്നത് ഷാരിസ് മുഹമ്മദ്. അദ്ദേഹം ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ ഒക്കെ എഴുതിയിട്ടുള്ള ആളാണ്. പ്രൊഡ്യൂസർ മാജിക് ഫ്രെയിംസ്, ലിസ്റ്റിൻ സ്റ്റീഫൻ. DOP റണഡീവ്. അദ്ദേഹം മാക്സിമം പറ്റാവുന്ന പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. സാഗർ ദാസാണ് എഡിറ്റർ, അതും അങ്ങനെ തന്നെ. പിന്നെ സനൽ ദേവ് മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ. പടത്തിൻ്റെ നിലവാരത്തിനനുസരിച്ച് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചില പാട്ടുകളൊക്കെ ഉണ്ട്, ഞാൻ പറയാം. പ്രിൻസ് ആൻഡ് ഫാമിലി ആണല്ലോ, അപ്പോൾ പ്രിൻസ് മറ്റാരുമല്ല, നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപേട്ടൻ. ഫാമിലി എന്ന് പറയുമ്പോൾ അച്ഛൻ സിദ്ദിഖ് ആണ് ചെയ്തിരിക്കുന്നത്, അമ്മ ബിന്ദു പണിക്കർ. അനിയൻകുട്ടന്മാരുണ്ട്. ഒന്ന് ധ്യാൻ ശ്രീനിവാസനാണ്, ജോസ് കുട്ടി ജേക്കബ്. ഇന്നലെ ഞാൻ പടക്കളത്തിൽ പറഞ്ഞ് മാറിപ്പോയില്ലേ, മാർക്കോയിൽ വിഷ്വലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള കഥാപാത്രം ചെയ്ത ആളുമായിട്ട് അദ്ദേഹമാണ് ഇദ്ദേഹം. എന്നാൽ എൻ്റെ അളിയിലെ ബ്ലാൻഡിന് അളിയൻ. ഇത് ഷാരിസ് മുഹമ്മദ് എഴുതിയൊരു സിനിമയാണല്ലോ, അപ്പോഴേ ഒരു മിനിമം നിലവാരം പ്രതീക്ഷിക്കൂലേ. സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ടിപ്പിക്കൽ ദിലീപേട്ടൻ ചിത്രം. അതായത് വിൻറ്റേജ് സാധനം എല്ലാം പറയുന്നത്. ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പാറ്റേൺ ഓഫ് ഫിലിംസ് ഉണ്ടല്ലോ, അതേപോലത്തെ പരിപാടി. പവി കെയർടേക്കർ ഇറങ്ങി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡയറക്ടർ വിനീത് കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ക്യാരക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല, അത് ദിലീപേട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം പരിപാടി മാറ്റിയതാണെന്ന്. അത് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത്. അത് റൈറ്റർ ആരായിക്കോട്ടെ, ഡയറക്ടർ ആരായിക്കോട്ടെ, ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത്, അതിൻ്റെ ഏറും കളിയാണ് ഈ സിനിമയ്ക്കകത്ത്, ഏറും കളി. അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടൻ്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ കൈന്നിടുന്നതും അതുപോലെ തന്നെ ചില ഡയലോഗ്സൊക്കെ അദ്ദേഹം പറയുന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ തന്നെ സിദ്ദിഖിൻ്റെ പല ഡയലോഗ്സും കേട്ടപ്പോൾ ദിലീപേട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി, എന്തോ കുറേ കിളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കൽ. ഈ ദിലീപിൻ്റെ സിനിമകൾ മാത്രം കാണുന്നത് എങ്ങനെ, കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കിളവന്മാർ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ. എന്നിട്ട് ഒരു സോഫയുടെ മുകളിൽ ഒരു ടോയ്, എന്നിട്ട് ടോയിൽ കയറിയിരിക്കുക. അപ്പോൾ ടോയ് ശബ്ദം ഉണ്ടാക്കും, അയ്യോ ടോയ്. കോമഡിയാണ് ഇതൊക്കെ, ചെറിയ 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 കോമഡികളാണ്. തുടക്കം തന്നെ ഒരു കൊച്ചിൻ്റെ കരച്ചിൽ, വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കരച്ചിൽ നിർത്തുന്നില്ല, എന്താ കൊച്ചിനെ ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുപോകും, അതുമില്ല. എന്നിട്ട് ഇങ്ങനെ കരഞ്ഞ് ഇതിൽ കിടന്ന് കേൾക്കില്ലേ തിയേറ്ററിൽ എത്ര സമയം. തുടക്കം തന്നെ വെറുപ്പിച്ച് കളഞ്ഞു. പിന്നെ ഓരോരോ കോമഡികളാണ്. സിദ്ദിഖും ദിലീപും കൂടെ കല്യാണം പറയാൻ പോകും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കണ്ടെത്തലുകൾ കോമഡിയാണ്. അപ്പോൾ വീട്ടിലാളില്ല, അപ്പോൾ CCTVയിൽ നോക്കിയിട്ട് കല്യാണം വിളിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സിദ്ദിഖ് വിളിച്ചത് അങ്ങ് സെറ്റായിട്ടില്ല, ചിലപ്പോൾ ശബ്ദം ഇല്ലെങ്കിലോ CCTVയിൽ. അപ്പോൾ ദിലീപ് ഇങ്ങനെ ആക്ഷൻ കാണിച്ചിട്ട് കോമഡിയാണ്, കല്യാണത്തിന് അങ്ങനെ ഫുഡ് അടിക്കാൻ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഇടുന്ന കോമഡികൾ എനിക്ക് പേഴ്സണലി ഞാൻ പറയാം, തിയേറ്ററിൽ ആളുകൾ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. അവരെന്തിനാണ് ചിരിക്കുന്നത്, അവരുടെ സെൻസിബിലിറ്റിക്ക് പറ്റിയ കോമഡി ആയിരിക്കും. എനിക്ക് പേഴ്സണലി ഇത്തരം കോമഡികൾ കാണുമ്പോൾ ചിരി വരാറില്ല. ഭയങ്കര ക്രിഞ്ചായിട്ട് തൊലി ഉരിയുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട്. ജോണി ആൻ്റണി, അദ്ദേഹത്തിൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഇതിലെ പെർഫോമൻസ്, എൻ്റെ പൊന്നോ. മറ്റേ റെഡ് കിങ്സ്ലീനെ കങ്കു കണ്ടിട്ട് മറ്റൊരു പുള്ളി പറഞ്ഞിങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഉറപ്പിലെ കോമാളി കഥാപാത്രം. KK എന്നും കണ്ട വിളിക്കണത് ദിലീപിൻ്റെ അസിസ്റ്റൻ്റാണ് അദ്ദേഹത്തിൻ്റെ ഷോറൂമിലെ. അദ്ദേഹത്തിന് ഇൻട്രോയിൽ തന്നെ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത് കോമഡിക്കായിരിക്കും. ഏതോ ഒരു പെണ്ണിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുക. അപ്പോൾ അത് കാണുമ്പോൾ നമ്മളെല്ലാം ചിരിക്കണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇതുകൂടാതെ ദിലീപിന് ബ്രൈഡൽ ഷോറൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ, പക്ഷെ വീട്ടിൽ ഇദ്ദേഹത്തിന് കിടക്കാൻ മുറിയില്ല, ദാരിദ്ര്യം, കഷ്ടപ്പാട്. ഇത്രയും വലിയ ഷോറൂം നടത്തുന്ന ആൾക്ക് വീട്ടിൽ മുറിയില്ല. അനിയന്മാർ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ്റെയും അമ്മയുടെയും നടുക്ക ഉറങ്ങുന്നത്. അപ്പോൾ അവിടെ ഒരു കോമഡി ഉണ്ട്, രണ്ടുപേരും കൂർക്കം വലിക്കും, സിദ്ദിഖും ബിന്ദു പണിക്കരും. അപ്പോൾ കൂർക്കം വലിയൊക്കെ ഒരു കോമഡിയാണ്, ഏത് നൂറ്റാണ്ടിലാണ് എന്തോ. ഇതിനിടയ്ക്ക് മലങ്കൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. യഥാർത്ഥ മലങ്കൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ പിന്നെ പോകുന്ന സിനിമ മഞ്ജു പിള്ളയും ഭർത്താവും ചേർന്നിട്ട് ഒരു വീട്ടിലെ ഊണ് നടത്തുവാണേ. അതിൻ്റെ പിന്നെ കുറേ അവസാനമൊക്കെ ആയപ്പോഴേക്കും എൻ്റെ പൊന്നോ സെൻറ്റിമെൻറ്റ്സും കരച്ചിലും വീഴ്ച്ചിലും എമ്മാതിരി ഡ്രാമ കണ്ടിട്ട് ചിരിയാ വരുന്നത്. മഞ്ജു പിള്ള ടു ബി ഫ്രാങ്ക് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, കാരണം പുള്ളിക്കാരി അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. പക്ഷേ അതുപോലത്തെ പക്ഷേ ഒരു വൃത്തികെട്ട ക്യാരക്ടറും ഒരു സദാചാരത്തള്ള, അതാണ് ഈ ക്യാരക്ടർ. ഹോട്ടൽ നടന്ന ആൾ ഹോട്ടൽ നടത്തിയപ്പോൾ അവിടെ വരുന്ന ആൾക്കാരെ പേഴ്സണൽ ഇവിടെ നിന്നതിന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ദിലീപേട്ടൻ സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന ചില ഡയലോഗ്സ് ഉണ്ടാവും. അത്തരം ഡയലോഗ്സ്, ഒന്നിനും ഡയലോഗ്സ് ഞാൻ പറയാം. ഒന്ന്, പെണ്ണ് കാണുക എന്ന് പറയുന്നത്, ഒരു സ്ത്രീയെ സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുന്ന പോലെയാണ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ്. പിന്നെ സ്വന്തം വീട്ടിൽ തന്നെ കുറേ കുട്ടികൾ. അപ്പോൾ കുറേ കുട്ടികൾ ഉള്ള സമയത്ത് ഇദ്ദേഹം തന്നെ പറയാണ്,
അപ്പോൾ ആരോ ചോദിക്കുക കൃഷിയാണോ, അപ്പോൾ ഇതാണ് ഇവൻ്റെ കൃഷി, അതായത് കുട്ടികളുണ്ടാക്കൽ, ഇങ്ങനത്തെ കോമഡികൾ, ഡയലോഗ്സ്, കൂടാതെ പിന്നെ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടുള്ള ചില തമാശകൾ, ബാഗ് വെക്കുക, അതൊക്കെ കാലാകാലങ്ങളായിട്ട് പണ്ട് മുതലുള്ള പരിപാടിയാണ്. ഇപ്പോഴതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടരുന്നു എന്നുള്ളതാണ്. റൈറ്റർ അപ്ഡേറ്റഡ് ആണെന്ന് കാണിക്കാനാണോ, അതോ ഈ ജെൻസിയുടെ കുറേ സ്ലാങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തോ വലിയ കാര്യമാണെന്ന് വെച്ചിട്ട് എന്താ അറിയില്ല, അല്ല അവരെ സന്തോഷിപ്പിക്കാനാണ് എന്താ അറിയില്ല. മിക്ക സിനിമകളും കാണുന്നുണ്ട്, ഇതിലുമുണ്ട്. ചുമ്മാ ഇലൂമിനേറ്റ് എന്ന് പറയാം, ബെസ്റ്റിയുടെ ഡെഫിനിഷൻ പറയാം, പിക്കപ്പ് ലൈൻസ് പറയുക, അങ്ങനെ കുറേ സീൻസ്. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് പറയാൻ പറ്റൂല, ഭയങ്കര ട്വിസ്റ്റായി പോയി, കണ്ടിട്ട് തൊലിയെരിഞ്ഞു പോയി. അതുപോലത്തെ ഒരു ട്വിസ്റ്റ്, ഒരു നടി, മീനാക്ഷി എന്ന് പറഞ്ഞ നടി, അവർ വന്നിട്ടുള്ള അതിനുശേഷമുള്ള ഒരു ട്വിസ്റ്റാണ്. അവർ കുറച്ച് സമയം ഉണ്ടായിട്ടുള്ളൂ, അങ്ങനെ വന്ന് ചെയ്തിട്ടങ്ങ് പോയി. വിനീത് തട്ടലിനൊരു സീനുണ്ട്, ആസ് യൂഷ്വൽ പോലീസുകാരനാണ്. ഒരു പോലീസ് സ്റ്റേഷൻ സീന്, എൻ്റെ പൊന്നോ, അതിൽ ജോണി ആൻ്റണിയൊക്കെ വെറുപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ദിലീപ് മത്സരിച്ച് വെറുപ്പിക്കൽ. അതവിടെ ആ സീൻ കൊണ്ട് തന്നെ ഇദ്ദേഹം മതിയാക്കി പോയെന്ന് തോന്നുന്നു, ആര്, വിനീത് തട്ടിൽ. അങ്ങനെ പോകുന്ന സീൻ. പിന്നെ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം പ്രിൻസ് നടന്നു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുക, ഇദ്ദേഹത്തിൻ്റെ അനിയന്മാർക്ക് ഇതാണ് പരിപാടി എന്നാണല്ലോ പറയുന്നത്, കുട്ടികളെ ഉണ്ടാക്കൽ, ഉൽപ്പാദിപ്പിക്കൽ. അപ്പോൾ ഇദ്ദേഹം നടന്നു പോകുമ്പോൾ എല്ലാവരും ചോദിക്കുക, പെൺകുഞ്ഞല്ലേ, സിസേറിനായിരുന്നോ, ഇതെന്താ ഹോസ്പിറ്റലിൽ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇതെന്താ രാജാവാണോ വരുന്നത്? അവിടെ നിന്നൊക്കെ പ്രജകൾ വന്നിട്ട് ഇങ്ങനെ വിശേഷം ചോദിക്കുക പ്രിൻസിനോട്, രാജകുമാരൻ. ഇത്രയും സമയം വളരെ ബുദ്ധിമുട്ടി ക്രിഞ്ചടിച്ച് സിനിമ മുന്നോട്ട് നീങ്ങുന്നില്ല, ഇങ്ങനെ സഹിച്ചിരുന്ന് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ. ഒരാളുടെ വരവോടുകൂടി സിനിമയുടെ ഗിയർ അങ്ങോട്ട് മാറി, ഷിഫ്റ്റ് ചെയ്ത് എങ്ങോട്ടേക്ക്, മലങ്കൾട്ടിലേക്ക്. പിന്നെ രസമാണ്, മലങ്കൾട്ടായി പിന്നെ അറിയാലോ, പിന്നെ ഈ കോപ്രായ അപരാധവും കണ്ടിട്ട് അങ്ങ് ആസ്വദിച്ച് കാണാം. അവസാനം വരെ പിന്നെ എങ്ങനെയാണ് കണ്ടുള്ളത്? അതിന് ഒരേ ഒരു കാരണം, ഈ കഥാപാത്രം, കഥാനായിക റാണ എന്ന് പറഞ്ഞ ഒരു നടിയാണ് ചെയ്തിരിക്കുന്നത്. ഇവരെ പേര് കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടി, എവിടെ ഇവരെ പേരില്ല, ബുക്ക് മൈ ഷോയിലില്ല, ഒഫീഷ്യൽ പേജിലില്ല, യൂട്യൂബിലില്ല, എന്താ അറിയില്ല. ഇത് മറ്റേ റിക്യുവിനെ പൃഥ്വിരാജ് തിരിച്ച് നിർത്തിയില്ലേ, ചൈനീസ് കുക്ക്, അതുപോലെ മറ്റേ വ്യാളി വരച്ചിട്ട് നിർത്തിയില്ലേ, അതുപോലെ നിർത്തേണ്ട ക്യാരക്ടറൊന്നും അല്ലത്. പിന്നെ എന്താണ് ഇങ്ങനെ പേര് ഹൈഡ് ചെയ്ത് വെച്ചൊന്നും മനസ്സിലാവുന്നില്ല. എന്തായി കഴിഞ്ഞാലും ഇവരുടെ വ്ളോഗിങ് കാട്ടപരാധം തുടങ്ങിയതോടുകൂടി പിന്നെ മലങ്കൾട്ടുത്സവം. പിന്നീട് അങ്ങോട്ട് ഇവരുടെ തന്തയ്ക്കും വട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം അതിലും വലിയ ഉറപ്പിക്കില്ല. ഞാൻ പറയില്ല, കുറേ കളവന്മാരിങ്ങനെ പടത്തിലുണ്ട്. പിന്നെ ഒരു കൊച്ച് എന്തൊക്കെയോ പറയുന്നത്, അത് ഉറപ്പിക്കുന്നു. പിന്നീട് അങ്ങോട്ട് വ്ളോഗിങ് അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണിക്കും. ദിലീപിനെയും കൊണ്ട് വെള്ളത്തിൽ ചാടുന്നു, ദിലീപിനെ മറ്റേ കുഞ്ഞാവാക്കുന്നു, ദിലീപിൻ്റെ ഷഡ്ഡി കാണിക്കുന്നു, ഇങ്ങനത്തെ കോമഡി. എന്നിട്ട് ഇവർ കൊമൻസ് കൊടുത്തേക്കുക സൈഡിൽ, ദിലീപിനെ കുഞ്ഞാവാക്കിയിട്ട് അതിൻ്റെ സൈഡിൽ കമൻ്റാണ് ചാന്ത് പൊട്ടനെന്ന് ഇവർ തന്നെ എഴുതി വെക്കുക. പിന്നെ ദിലീപിനെ ചോദിക്കുക, നീ എന്താ ചാന്ത് പൊട്ടല് ദിലീപാണോ? ഇതുകൊണ്ടൊക്കെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. ബിന്ദു പണിക്കരെ ഉറപ്പിക്കൽ, സിദ്ദിഖിൻ്റെ ഉറപ്പിക്കൽ, ബിന്ദു പണിക്കർ നരസിംഹത്തിലെ ലാലേട്ടൻ ഡയലോഗ് പറയുന്നത്, എൻ്റെ പൊന്നോ, ഇതൊക്കെ ആരാണ് ഇത് ഐഡിയ കൊടുത്തോ അറിയില്ല. പിന്നെ സിദ്ദിഖ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, പിന്നെ അനിയൻകുട്ടന്മാർ. ധ്യാൻ അതിൻ്റെ ഇടയ്ക്ക് സ്ഥലം വിട്ട് കേട്ടോ. ധ്യാൻ ഒരേ സമയം അത്രയും സിനിമകൾ അഭിനയിക്കുന്നില്ലേ. ധ്യാൻ തുടക്കത്തിൽ പിന്നെ ധ്യാനില്ല, ധ്യാൻ ഇടയ്ക്ക് കാണിച്ചു. എനിക്ക് തോന്നുന്നു ധ്യാൻ വല്ലപ്പോഴും വന്നിട്ട് അഭിനയിച്ച് പോകുന്ന, സെറ്റിൽ വന്നിട്ട്. ബാക്കി സിനിമകളിൽ അപ്പുറത്തും അഭിനയിക്കുന്നുണ്ടോ, ധ്യാൻ്റെ പരിപാടി അങ്ങനെ ആയിരിക്കുമല്ലോ. ധ്യാൻ ലാസ്റ്റ് ഈ പഴയ സീരിയലൊക്കെ ഉണ്ടാവും, ആളെ ചുമരിൽ കാറ്റും. അതായത് ഒന്നുകിൽ ആക്ട്രസ്സായിട്ട് ഉടക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കോൺട്രാക്ട് കഴിഞ്ഞാലോ, അല്ലെങ്കിൽ കഥാപാത്രത്തെ ഒഴിവാക്കുക, കൊന്ന് ചുമരിൽ കാറ്റും. അതുപോലെ ധ്യാൻ ഇതിൽ കാനഡയിലേക്ക് പറഞ്ഞു വിട്ട് കളഞ്ഞു. പിന്നെ ധ്യാൻ്റെ ആവശ്യമില്ല, ഞാൻ കാനഡയിൽ പോയല്ലോ. ധ്യാൻ അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ പരിപാടി മലങ്കൾട്ട് പരിപാടി നിന്ന് ധ്യാനില്ല, ആ ഏരിയയിലേ ധ്യാനില്ല. ഇങ്ങനെ പോകുന്ന സിനിമയിൽ ഉദിത് നാരായണൻ്റെ ഒരു പാട്ടൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പണ്ട് കുറേ സിനിമകളിൽ, ദിലീപ് സിനിമകളിൽ ഉദിത് നാരായണൻ പാട്ടുണ്ട്, മഞ്ഞേരി മാനോ മഞ്ഞേരി മാനോ. അപ്പോൾ അതിൻ്റെ അതുപോലെ ഒന്ന് സാധനം വേണ്ടിയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇതിലെ പാട്ട് ഭൂലോക കോമഡി, യുവതി തീ 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 യുവതി തീ 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 തീ, യുവതി തീ തീ എന്ന് പറയുന്നത്, യുവതി തീ തീ തീ. എൻ്റെ പൊന്നി എന്തൊരു പാട്ടാ അത്. അതിൻ്റെ സീൻസ് ഒന്നും പറയാൻ വേണ്ട. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് മക്കളെ. പിന്നെ അവസാനമായപ്പോഴേക്ക് പിന്നെ കുറച്ച് ഓള ഇമോഷൻസും സെൻറ്റിമെൻസും, എന്ത് നാടകമായത്, എന്തൊക്കെയാണ് കാണിക്കുന്നത്. പണ്ട് നാരായം എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ കാണിച്ച പോലത്തെ അന്ധകാലത്ത് അതുപോലത്തെ സീൻസൊക്കെ ഇതിനകത്ത്. പിന്നെ എന്തൊക്കെയോ ടെസ്റ്റുകൾ, സച്ചിയുടെ കോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പാവം സച്ചി, എന്തിനാണ് പോലും അദ്ദേഹത്തിൻ്റെ കോട്ട് സിനിമ കഴിഞ്ഞിട്ട് പോലും ഇല്ല. അതിൻ്റെ ഇടയ്ക്ക് സച്ചിൻ്റെ കോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദിലീപ് ഏട്ടൻ പഴയ സാധനം റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നാമതായിട്ട് അത് കണ്ടംപററി അല്ല, അതിൻ്റെ കാലം കഴിഞ്ഞ് സ്ലാപ്സ്റ്റിക്കിൻ്റെയും ഇങ്ങനത്തെ പരിപാടിയും ഡയലോഗ് വഴിയും ഡബിൾ മീനിങ്ങും അർത്ഥം വെച്ചുള്ള സംസാരവും അതിൻ്റെ സമയം കഴിഞ്ഞ് കാലം മാറിയില്ലേ, സിനിമകൾ മാറിയില്ലേ, ആളുകൾ മാറിയില്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാം മാറുന്നതിനനുസരിച്ച് നമ്മളും മാറണ്ടേ. ഇല്ലെങ്കിൽ നമ്മൾ ഒരു തരത്തിലും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഔട്ട്ഡേറ്റഡ് ആയി ആളായി പോകും.
എനിക്ക് തോന്നുന്നത് ഇത്തരം പരിപാടികൾ എനിക്ക് പേഴ്സണലി എങ്ങനെ തോന്നുന്നത്, ഇദ്ദേഹം ഇനി ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ആളല്ലേ, സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തുകൂടെ? നല്ല സിനിമകളിൽ സീരിയസ് ആയിട്ട് വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അങ്ങനത്തെ സ്ക്രിപ്റ്റ് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. ഈ പഴയ സാധനങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്ന പറയാൻ ഒന്നാമത് ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു വയ്യായിക ഉണ്ടാവും മൊത്തത്തിൽ. ഇത് കണ്ടപ്പോൾ എനിക്കാണ് ദിലീപേട്ടന് തീരെ വയ്യ മൊത്തത്തിൽ. കോമഡി കാണിക്കുമ്പോഴും സോങ്സിലായി കഴിഞ്ഞാലും ടൈമിങ് ആയി കഴിഞ്ഞാലും മൊത്തത്തിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു റിഫ്ലക്സും ഒന്നുമില്ല. അദ്ദേഹം പണ്ട് കാണിക്കുന്ന കാര്യം വീണ്ടും കാണിക്കാൻ നോക്കുന്നു എന്ന് മാത്രമാണ് തോന്നിയിട്ടുള്ളത്. നല്ല കിടിലം വേഷം ചെയ്യണം. അതായത് അങ്ങനത്തെ നല്ല റൈറ്റേഴ്സ് ഇവിടെ ഇല്ലേ, ഡയറക്ടേഴ്സ് ഇല്ലേ, അതിൽ പോയിട്ട് കിടിലം നല്ല പൊളി ഞെട്ടിക്കുന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ ഞെട്ടും, നല്ല അഭിപ്രായം വരും.